ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ഈ വാർണിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചു കയറുന്നവർക്ക് അല്ലെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എന്താണ് നല്ല ഒരു ഭാവി ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തിനെക്കുറിച്ചും അറിവും അതേപോലെ തന്നെ പ്രാക്ടീസും നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഇതങ്ങോട്ട് പോവുക. ഈ വാർണിങ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 18+, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 1-ാം തീയതിയാണ്, സെപ്റ്റംബർ 1. നമ്മളപ്പോൾ ഇന്നത്തെ ട്രേഡ് എടുക്കുന്നത് ഇങ്ങോട്ടാണ്. 9 o'clock സെക്ഷനാണ് കേട്ടോ. നമ്മുടെ VIP 9 o'clock സെക്ഷനാണ്. ഒരുപാട് മെസ്സേജുകൾ, മെമ്പേഴ്സുകൾ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഫസ്റ്റ് അയക്കുന്നവരെ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ വായിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനി റിപ്ലൈ കിട്ടാൻ വൈകുന്നവരല്ലെങ്കിൽ ഇതാക്കുന്നവർ ഒന്നുകൊണ്ടും നിങ്ങൾ ഇതാകണ്ട, നിങ്ങൾക്ക് റിപ്ലൈ വരും. കാരണം ഫസ്റ്റ് അയച്ചവർ ഫസ്റ്റ് എന്നതിലാണ് നിങ്ങൾക്ക് റിപ്ലൈ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. ഈ VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്കും കൂടെ കിട്ടും. ഓക്കെ, കോപ്പിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്താ നോക്കിക്കോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മേലോട്ട് പോയി നോക്കാം. ഇനി അതല്ല, ഇതിലേക്ക് VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണ്ടേ, അതിന് പകരം നമ്മുടെ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ എല്ലാ ട്രേഡിൻ്റെയും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇതിലിടുന്നുണ്ട് കേട്ടോ. റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഇതിലിങ്ങനെ ഇടുന്നുണ്ട്. ഇത് നമ്മുടെ UA സെക്ഷനാണ്. ഓക്കെ, 10:30. ഓക്കെ, UA സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട UAയിലെ ആൾക്കാർക്ക് മാത്രമാണ്. അല്ല, അതിൻ്റെ ഒരു പേരങ്ങനെയാണ്. രാത്രി 10:30 ഓക്കെ എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് നമ്മുടെ ഗ്രൂപ്പിലുള്ള മിക്ക ആൾക്കാരും അതിൽ തന്നെയുണ്ട്. പിന്നെ എന്താ പറയുക, UAയിലെ ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നവർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നമുക്ക് 2 സെക്ഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കിയോ, 2023 മുതൽ ഇങ്ങനെ 2023 മുതൽ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് ഈ ഗ്രൂപ്പ്. ഓക്കെ, ഏകദേശം 10-11 വർഷമായിട്ട് എനിക്കിതിൽ ഈ ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ ഒരു ബൈനറി ട്രേഡിംഗ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എന്തുണ്ട്, ചെറിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതിലാണ് ഇപ്പോൾ തുടങ്ങുക? അതിനുമുമ്പ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു മെസ്സേജ് അയക്കട്ടെ. പ്ലീസ് വെയിറ്റ്. ഓക്കെ, നല്ലൊരു പേര് താപ്പ. ഇതെങ്ങനെയുണ്ട്? ഒന്ന് ഇവിടെ ഒരു അപ്പിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് റെക്റ്റാങ്കിൾ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്ത് നോക്കാം കേട്ടോ. അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ചുമയൊക്കെ. ഇവിടെ അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചെറിയൊരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിനെ നമ്മൾ എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തു. ഇപ്പോൾ മാർക്കറ്റും ഈ ഒരു ടൈമിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അത് തിരിച്ച് ഓപ്പോസിറ്റ് പോവോ ഇത് പോവോ എന്നുള്ളതൊക്കെ ദൈവം തമ്പുരാന് മാത്രമേ അറിയാൻ പറ്റൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള കാര്യം നമ്മളെപ്പോഴും ഞാൻ മിക്ക വീഡിയോകളും ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോക്കാരെ പോലെ ഇരിക്കണം. എവിടെ നിന്നാണ് വിളി വരുന്നതെന്ന് പറയുന്ന പോലെ തന്നെ എവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ്. ഇതിപ്പോൾ വിന്നായി കേട്ടോ, വിന്നായി. ഓക്കെ,
ഇത് വിന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് എന്ന് ഇട്ടു. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ട്രേഡ് വരുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ 21/7 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലല്ലോ, 9/7 ഇപ്പോൾ രാത്രിയല്ലേ, 9 മണി, 9/7 ട്രേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 9:06 1 മിനിറ്റ് മുമ്പ് നമ്മൾ പെയറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഏത് പൊസിഷനിലേക്കാണ്, എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്നുണ്ടാവും, അത്ര കൊടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 21/6 എന്ന് വെച്ചാൽ 9:06 നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടി. 9/7 ക്യാൻഡിലിൽ നിങ്ങൾക്ക് മനസമാധാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആ ക്യാൻഡിൽ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ട്രേഡ് എടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലാവുന്നുണ്ട്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം വളരെ സിമ്പിളാണ്. നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡുകളും വിന്നാവണമെന്നില്ല. ഓക്കെ, ലോകത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയില്ല. എടുക്കുന്ന ട്രേഡുകൾ മുഴുവൻ വിന്നാവുന്ന ഒരാൾക്ക് പോലും പറ്റില്ല. പക്ഷേ ഉണ്ടാകുന്ന ലോസിനെ മാനേജ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഒരു ട്രേഡർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഒരു ട്രേഡർ. അല്ലാതെ എന്താ പറയുക, ലോസിനെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സക്സസ്ഫുള്ളായിട്ട് ട്രേഡറും ആയിരിക്കില്ല, അദ്ദേഹം ഒരു ട്രേഡറും ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ലോസിനെ എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് ഒരു മെസ്സേജ് അയക്കട്ടെ. യെസ് ബ്രോ, യു ക്യാൻ ഡു ഇറ്റ്. Please send me the Quotex ID. പിന്നെ ഒരുപാട് ഫേക്ക് ആൾക്കാരുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, മായാവി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടിയ കുറച്ച് പേരുടെ ഇത് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇതുണ്ടോ, ഇത് മായാവി ട്രേഡിംഗ്, ഇത് റിയലാണ്. ഓക്കെ, മായാവി ട്രേഡിംഗ് അത്രയേ ഉണ്ടാവുള്ളൂ. വേറെ 7 6 24 ഒന്നും ഉണ്ടാവില്ല. ഇത്രയേ ഉണ്ടാവും. ഇതുണ്ടോ, ഫേക്കുകളുണ്ടോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ, ഇതൊക്കെ ഫേക്കാണ്. ഓക്കെ, ഇത് ഫേക്കാണ്. കണ്ടോ, നമ്മുടെ ഈ ലോഗോയും കൂടെ എടുത്തിട്ടിരിക്കണം. ഇത് ഫേക്കാണ്. $1,000 ഡെപ്പോസിറ്റ് ചെയ്യൂ, ഒരു 1 hour കൊണ്ട് $2,000 തരാം, ആന തരാം, ചേന തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ മെസ്സേജ് അടിക്കും. ഓക്കെ, അല്ലെങ്കിൽ മായാവി ട്രേഡിങ്ങിൽ ഒരിക്കലും ഒരാളോടും ₹1 പോലും ചോദിക്കില്ല. ഒരാളോടും നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയില്ല. ഒരാളോടും ഓക്കെ ഒരു 10 ലക്ഷം രൂപ തരൂ, ഞാൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഞാൻ തരാം എന്ന് പറയില്ല. ഒരാളോടും കോഴ്സിന് ഓക്കെ എൻ്റെ അടുത്ത് കോഴ്സ് ഉണ്ട്, ഇത്ര പൈസ തരൂ, കോഴ്സിൽ ജോയിൻ ചെയ്യൂ എന്ന് പറയത്തില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ, നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ കോഴ്സെങ്കിൽ കോഴ്സ്, ക്ലാസ്സെങ്കിൽ ക്ലാസ്, അതൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാം ഫ്രീ ആണ്. അതിന് നിങ്ങൾ ഇനി എന്താ പറയുക, നിങ്ങൾ VIP മെമ്പർ ആവണമെന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പോയിട്ട് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാവുന്ന, സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കൊരു EGPയിൽ വേണ്ട, PKRൽ വേണ്ട, INRൽ. ഓക്കെ, INRൽ നമ്മുടെ ഇന്ത്യൻ ഇതിൽ നമുക്ക് ഡൗണിലേക്കൊരു എൻട്രി എടുത്ത് നോക്കാം. ഓക്കെ, ഡൗണിലേക്ക് നമ്മൾ കുറച്ച് ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും ഡൗണിലേക്ക് ഒരു എൻട്രി എടുത്തിട്ട് ഇവിടെ
മിക്ക ട്രേഡർമാരും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, സംടൈംസ് നമ്മളും ഫോളോ ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഡ് വന്നു, പിന്നെ ഗ്രീൻ വന്നു, റെഡ് വന്നു, കുറച്ച് ഗ്രീൻ വന്നു, റെഡ് വന്നു, കുറച്ച് ഗ്രീൻ വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ റെഡ് വന്നു, ഇനി ഇവിടെ ഗ്രീൻ വരും അല്ലേ? ഇനി ഇവിടെ ഗ്രീൻ വരും. ഓക്കെ, യെസ് ഓർ നോ? യെസ് ഓർ നോ പറയൂ. ഇവിടെ പാറ്റേൺ അങ്ങനെയാണ്. റെഡ് ഗ്രീൻ, റെഡ് ഗ്രീൻ, റെഡ്. ഹാവ് ടു കണ്ടിന്യൂ ഗ്രീൻ അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നമ്മളെപ്പോഴും ഇതിപ്പോൾ നിങ്ങൾ ഓക്കെ സമ്മതിച്ചു, ഇതിപ്പോൾ വിന്നായി, ഓക്കെ സമ്മതിച്ചു. പക്ഷേ എപ്പോഴും ഇങ്ങനെയാവോ? അതുമില്ല. നമുക്ക് ലോസുകൾ വരും. നമുക്ക് ലോസ് വരുമ്പോൾ ആ ലോസിനെ നമ്മൾ എന്തു ചെയ്യും? റിക്കവർ ചെയ്യും. റിക്കവർ ചെയ്തിട്ടേ ഓരോ സെക്ഷൻസും നമ്മൾ ക്ലോസ് ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സെക്ഷൻസും നമ്മൾ ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ലോസ് ഉണ്ടെങ്കിൽ ആ ലോസിനെയും കൂടെ റിക്കവർ ചെയ്ത് പ്രോഫിറ്റബിൾ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യും. പക്ഷേ അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഡൗൺ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഡൗൺ തന്നെ എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വിചാരിക്കുകയാണ്, ഓ ഇവിടെ പാറ്റേൺ വന്നല്ലോ, അതുകൊണ്ട് ഇവിടെയും ഗ്രീൻ തന്നെ വരുള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഗ്രീൻ എടുക്കുകയും ഞാൻ ഡൗണിലേക്ക് എൻട്രി തരികയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് എടുത്തില്ലെങ്കിൽ എന്തായി? അവിടെ ലോസ് വന്നു കഴിഞ്ഞാൽ അതിനാരും ഉത്തരവാദിയില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ മായാവി ട്രേഡിങ്ങിനെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനുള്ളതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ കണ്ടൻറ്റുകളും ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് മെസ്സേജുകൾ ഒരു ദിവസം വരും, 100-300ഓളം മെസ്സേജുകൾ വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ മെസ്സേജുകൾ വെറുതെ എൻ്റെ എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ച മെസ്സേജുകളല്ല. ഓരോ ഡൗട്ടുകൾ, പിന്നെ നമ്മുടെ നമ്മുടെ ഫോറക്സിൻ്റെ അതിൻ്റെ റിസൾട്ടുകൾ, അതുപോലെ ഡൗട്ടുകൾ, കാര്യങ്ങൾ, ചിലവർക്ക് എന്താ പറയുക, എങ്ങനെ ഈ ട്രേഡ് എടുത്തു എന്നറിയാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും അതിനൊക്കെ റിപ്ലൈ ചെയ്യണം. പിന്നെ കുറേ പേര് എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവരെ ആഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം. പിന്നെ ഞാൻ ഒരാൾക്ക് റിപ്ലൈ ചെയ്യുമ്പോൾ അപ്പം തന്നെ മെസ്സേജ് തിരിച്ചു വരും, റിപ്ലൈ വരും. അപ്പോൾ അയാൾക്ക് പിന്നെ ഞാൻ അവിടെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല, അവിടെ അപ്പം റിപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എന്താ പറയണത്, റിപ്ലൈ കിട്ടാൻ കുറച്ച് ഡിലേ ആകും എന്നുള്ളത്. അത് സത്യം തന്നെയാണ്. ഓക്കെ, അത് സത്യം തന്നെയാണ്. പക്ഷേ ഒരാളെ പോലും നമ്മൾ മിസ് ചെയ്യില്ല. എല്ലാവർക്കും റിപ്ലൈ നമ്മൾ കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താ തോന്നുന്നത്? പക്ഷേ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. പക്ഷേ ഈ സപ്പോർട്ടിന് ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ റിസ്കിൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കേണ്ടി വരും. ഒരു അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കേണ്ടി വരും, ചെറിയ റിസ്ക്. ഓക്കെ, ഇവിടെ നമുക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ്, ഒറ്റ ട്രേഡ് നോക്കാം. ദൈവം നമ്മളൊപ്പാണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം അല്ലേ? നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഐ എം വെരി സോറി, നിരീശ്വരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നോളൂ. ഓക്കെ, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദൈവം നമുക്ക് തരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കും, ഉറപ്പായിട്ട് തന്നിരിക്കും. ഇപ്പം കണ്ടോ, ഇത് തിരിഞ്ഞു വരുന്നുണ്ടോ? കണ്ടോ, തിരിഞ്ഞു വന്നു. ഇപ്പം നമുക്ക് നല്ല സന്തോഷം തന്നിട്ട് ഒറ്റയടിക്ക് ദുഃഖം തന്നു. ജീവിതവും അങ്ങനെ തന്നെയല്ലേ? സന്തോഷവും ദുഃഖവും എല്ലാം കൂടെ കലർന്നാണ് ജീവിതം. അതുപോലെ തന്നെയാണ് ഇത് ട്രേഡിങ്, അതുപോലെ തന്നെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇത് വിന്നാവുന്നു. വിന്നായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ MTG എന്ന് പറഞ്ഞ സാധനം എടുക്കും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഡബിൾ എമൗണ്ട്. ഓക്കെ, ഞാൻ ഡബിൾ എമൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്.
നോക്കാം. ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് വിന്നാവുകയാണെങ്കിൽ ഓക്കെ, ഇനി ലോസ് ആവുകയാണെങ്കിൽ ലോസ് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇനി അടുത്ത സിഗ്നലിൽ നമ്മൾ പോകണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് വിന്നാവേണ്ടതാണ്. നോക്കാം. വിന്നാവേണ്ടതാണ്. അപ്പിലേക്ക് പോ മോനെ ദിനേശ. അപ്പിലേക്ക് പോ മോനെ ദിനേശ. അപ്പിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇതും കൂടെ നമ്മൾ എടുക്കുകയാണേ. ഒരു ഹൈ റിസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ചെറിയ റിസ്ക്കുള്ള കളി. ഇതാണ് ഈ ട്രേഡാണ്. താഴോട്ട് പോകുന്നു. പണി കിട്ടിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓക്കെ, ബോട്ടം ടച്ച് ചെയ്തു. ഇനി ഇതൊരു സ്പൈക്ക് കൊണ്ട് ഇവിടെ ഒരു ഗ്രീൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. ഓക്കെ, ഇനി ഇവിടെ ഗ്രീൻ വന്നില്ലെങ്കിൽ നമ്മളിനി അടുത്ത ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സിഗ്നൽ നമ്മൾ നോക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കട്ടെ, ഇവിടെ റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. അല്ലേ, റിജക്ഷൻ വരുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ലോസിനെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇറങ്ങാമെന്നല്ല, ലോസിനെ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത സിഗ്നൽ നമ്മൾ നോക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് ലോസ് ഓക്കെ കണ്ടോ, ഇവിടെ ഇട്ടങ്ങണ്ടോ, ഞാൻ ലോസ് എന്നിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഈ 2 സിഗ്നൽ നമുക്ക് ഓക്കെ കറക്റ്റായിട്ട് കിട്ടി. 3ാമത്തെ സിഗ്നൽ നമ്മൾ ലോസായി. ഒരു പ്രശ്നവുമില്ല, നമുക്കൊരു കുഴപ്പമില്ല. നമ്മളെന്ത് ചെയ്യും? അടുത്ത സിഗ്നൽ നമ്മൾ നോക്കണം. ഓക്കെ, അടുത്ത സിഗ്നൽ ഏത് നോക്കണം? നെക്സ്റ്റ് വണ് കണ്ടോ, മാർക്കറ്റ് ഇപ്പോഴാണ് കയറുന്നത്. കണ്ടോ, ഇവിടം വരെ എത്തി. എന്നിട്ട് എനിക്ക് ലോസും തന്നിട്ട് പിന്നെ കയറുന്നു. അപ്പോൾ ഈ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യണം. ഓക്കെ, ഈ ലോസ് നമുക്കുണ്ടായ ഈ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്തേ മതിയാവും, അല്ലേ? അപ്പോൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതിട്ട് പേരെടുക്കുക? USD PKR അതോ USD BRL? USD BRL. ഓക്കെ, BRL നോക്കാം. USD BRL. ഓക്കെ, ഇതും ആ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് വരുന്നത്, ഡൗണിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ റെക്റ്റാങ്കിൾ എടുത്ത് നോക്കാം. ഇല്ല, ഇനിയും കുറച്ചും കൂടെ വരാനുള്ളതായിട്ട്. വരട്ടെ. വരികയാണെങ്കിൽ നമുക്ക് അപ്പിലേക്ക് ഒന്നെടുത്ത് നോക്കാം. ഓക്കെ, വരികയാണെങ്കിൽ അപ്പിലേക്ക് ഒന്നെടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ അപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ മാർക്കറ്റ് സന്തോഷമാണോ ദുഃഖമാണോ തരിക എന്നുള്ളത് ദൈവമായ തമ്പുരാൻ്റെ കയ്യിലാണ്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടികൾ. നോക്കാം. ഈ മാർക്കറ്റ് ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കും. ഇവിടെയാണ് ഇവിടെ കണ്ടോ, ഈ ക്യാൻഡിൽ ഇവിടെയാണ് ഇവിടം വരെയാണ് അതിൻ്റെ വരാനുള്ള ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു വിക്കിനെ മൊത്തം കവർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ട്രേഡ്. ഇതാണ്, ഒരു പരിധി വരെ കിട്ടാനുണ്ട്. നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. കൺഫേം പറയണതാ ഇപ്പം കൺഫേം പറയാം. ഓക്കെ, നമുക്ക് കിട്ടി.
പ്രോഫിറ്റായി. ഓക്കെ, ഇപ്പം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പോട്ടെ. നെക്സ്റ്റ് വൺ ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലും എന്താ പറയുക, ലോസ് വരുന്നുണ്ട്. ഫസ്റ്റ് സിഗ്നൽ കൊടുത്തു, അത് വിന്നായി. സെക്കൻഡ് സിഗ്നൽ കൊടുത്തു, അത് വിന്നായി. തേർഡ് സിഗ്നൽ കൊടുത്തു, അത് ലോസായി. ഫോർത്ത് സിഗ്നൽ കൊടുത്തു, ആ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, ഇനി നമ്മൾ ഒരു ട്രേഡും കൂടെ എടുക്കാം അല്ലേ. USD EGP, ക്യാനിലൊക്കെ ചെറുതാണ്. ഇതെന്തായാലും അപ്പിലേക്ക് പോകാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, പോട്ടെ. INR നോക്കാം. INR കുട്ടൻ, INR ഒരു ബോട്ടത്തിലാണ്, സോറി സപ്പോർട്ടിലാണ്. INR സപ്പോർട്ടിലാണ്. ഓക്കെ, ഇവിടെ സപ്പോർട്ട് വോളിയം കുറച്ച്, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇവിടെ ഒരു ബോട്ടത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു കൈ നോക്കാം. ഇവിടെ ഒരു കൈ നോക്കാം. എന്താണ് USD IDR. USD IDR നമുക്ക് അപ്പിലേക്കൊരു ട്രേഡ് എടുക്കാം. പക്ഷേ ട്രെൻഡ് ഡൗണിലേക്കാണെന്നുള്ളത് മറക്കരുത് നമ്മൾ. ഓക്കെ, എന്നാലും അപ്പിലേക്ക് ഒരു കുഞ്ഞ് ട്രേഡ് എടുക്കണം. ട്രെൻഡ് ഡൗണിലേക്കാണ്, ട്രെൻഡ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഒരു സപ്പോർട്ട് അവിടെ കണ്ടതുകൊണ്ട് നമ്മൾ ചാടിപ്പിടിച്ച് നമ്മൾ എടുത്തു എന്നുള്ളതുള്ളൂ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും മാർക്കറ്റ് താഴോട്ട് തന്നെയാണ് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടിന്യൂവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ പടച്ചറബേ ഒരു പ്രോഫിറ്റ് തരികയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് MTG എടുക്കണം. MTG അപ്പിലേക്ക് തന്നെ എടുക്കേണ്ടി വരും. കാരണം ഒരു അപ്പിലേക്കുള്ള ഒരു ഇതാണ്. ഇവിടെ കിടക്കട്ടെ, ലാസ്റ്റ് മൊമെൻറ്റ് കൊണ്ടുപോയിട്ട് പോകുന്നുണ്ടോ? ഇല്ല, MTG എടുത്തിട്ടുണ്ട്. MTG വിന്നാവുകയാണെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു, പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ലോസ് ഇല്ലേ, അവിടുത്തെ ഒരു ലോസ് ഇല്ലേ, ആ ലോസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രേഡ് എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളെ പ്രോഫിറ്റിനെ ഒന്നും കൂടി ഇച്ചിരി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റിനെ കുറച്ചും കൂടെ, നമ്മൾ എപ്പോഴും പ്രോഫിറ്റിൻ്റെ മേലെ പ്രോഫിറ്റായിട്ട് നമ്മൾ നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വെറുതെ ട്രേഡ് ചെയ്തു ലോസ് റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ആവണം. അവിടെയാണ് കളി. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ട്രേഡർ കളി. അല്ലാതെ വെറുതെ നമ്മൾ ട്രേഡ് ചെയ്ത് ലോസ് വന്ന് ആ ലോസ് വന്നു, ഇനി ഇന്നത്തെ ട്രേഡ് അങ്ങോട്ട് നിർത്താം, മനസ്സിലാവുന്നു, ഇന്നത്തെ ട്രേഡ് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ
ഒരു കാലത്തും നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറൂല. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് സെപ്റ്റംബർ 1. ഓക്കെ, ഇതാണ് നമ്മുടെ 20:52 ഞാൻ എല്ലാവരോടും റെഡിയാവാൻ പറഞ്ഞു. 20:52 എന്ന് പറഞ്ഞത് എത്രയാ? 8:52 നമ്മളൊരു 9:06 നമ്മൾ തുടങ്ങി. 9 മണിൻ്റെ സെക്ഷനാണ്. 9:06 തുടങ്ങി. അതിന് ശേഷം ഇതാ ഫസ്റ്റത്തെ സിഗ്നൽ വിന്ന് 1 2 3 ലോസ് 4 5. ഓക്കെ, 5 ട്രേഡ് എത്ര വിന്ന്? 4 വിന്ന് അല്ലേ? 1 2 3 4 വിന്ന്. കണ്ട? അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടികളും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് ആദ്യം എന്താ പറയുക, ട്രേഡ് എടുക്കുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം ഏത് പെയറിലാണ് എടുക്കുന്നതെന്ന് വരും, അതിനുശേഷം ഏത് ഡയറക്ഷനിലേക്കാണ് എടുക്കുന്നതെന്നുള്ള വരും, നിങ്ങൾക്ക് വരും. അതിനുശേഷം ശ്രദ്ധിക്കണം, അതിനുശേഷം ആണ് നെക്സ്റ്റ് ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ളത് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അത്രയേ ഉള്ളൂ. ട്രേഡിംഗ് എന്ന് പറയുന്നത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നേറാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പോയി കാണുക. അതിലൊരുപാട് സ്ട്രാറ്റജികളും ക്ലാസ്സുകളും എല്ലാ സംഗതികളും ഒക്കെ, കുറച്ച് ഫോറക്സിൻ്റെ വീഡിയോകളും ഉണ്ടാവും. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് താല്പര്യം കണ്ടാൽ മതി. അതൊക്കെ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ കോട്ടക്സിന് ഒരു ഗുണമുണ്ട്, ഡെമോ അക്കൗണ്ട് നമുക്ക് കിട്ടും. ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം തോന്നുകയാണ് ഇല്ല മായാവിൻ്റെ VIP ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാനൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇത് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.